ആവശ്യമില്ലല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ലോൺ മൂവിങ് ഡേ ആണ് കേട്ടോ. അത് പ്രത്യേകിച്ച് പറയാനില്ല, കാരണം ഇവിടെ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് ലോൺ മൂവിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ എല്ലാ ജോലിക്കും പുറത്തുനിന്ന് ഒരാളെ വിളിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര നാൾ നമ്മളല്ല കേട്ടോ ലോൺ മൂവിങ് ചെയ്തിരുന്നത്. നമുക്കിവിടെ ഒരു ലോൺ മൂവിങ് ചേട്ടൻ വന്നിട്ട് എല്ലാ മാസവും ലോൺ മൂവ് ചെയ്ത് തരുമായിരുന്നു. അത് നമ്മളല്ല ഏർപ്പാടാക്കിയിട്ടുള്ളത്, ഈ വീടിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നാൾ അതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മളാണ് ചെയ്യുന്നത്. അതായത് ഒരു മാസം മുമ്പ് നമ്മളാണിത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ചില സംഭവങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴി വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ശരി, നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് വായോ. ഇത് കണ്ടോ, നമ്മുടെ വീട് ഒരു കോർണറിലാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ലോൺ ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഏരിയ. പിന്നെ സഹായത്തിനാണെങ്കിൽ 2 ഹെൽപ്പേഴ്സിനെയും കൂട്ടിയിട്ടുണ്ട്. അതാണ് പിന്നെ ആകെയുള്ളൊരു ആശ്വാസം. വൃത്തിയാക്കാണോ? പിന്നെ നമ്മളിതൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ മാനുവൽ ലോൺ മൂവറാണ് കേട്ടോ ഉള്ളത്, ഓട്ടോമാറ്റിക് ഇല്ല. അതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് വന്നത്. നല്ലപോലെ എനർജി വേണം കേട്ടോ ഇത് വെച്ച് ലോൺ മൂവ് ചെയ്യണമെങ്കിൽ. കണ്ടോ, നമ്മൾ ശരിക്കും പുഷ് ചെയ്താൽ മാത്രമാണ് ശരിക്കും ലോൺ അതിൽ വരുള്ളൂ കട്ട് ചെയ്തിട്ട്. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് നടക്കുന്നേ ഇല്ല. കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ. ഫ്രണ്ട് ഏരിയ പോസ്റ്റിൻ്റെ അപ്പുറം വരെയുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും കണ്ടില്ലേ, ഫ്രണ്ടിലുണ്ട് ലോണ്, നമുക്ക് ബാക്ക് യാർഡിലുണ്ട്. അത്രയും നമ്മൾ കട്ട് ചെയ്യണം. സാധാരണ നമ്മുടെ ലോൺ മൂവർ ചേട്ടൻ കറക്റ്റ് ഓരോ മാസത്തിൽ വരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ 2 മാസമായി 3 മാസമായി ആളെ കാണുന്നേ ഇല്ല. ഇനിയും നമ്മളിത് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൗൺസിലിൽ നിന്ന് ഫൈൻ വരുന്ന ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് കേട്ടോ. ഈ ലോൺ മൂവർ ചേട്ടനെ ഏർപ്പാടാക്കിയത് നമ്മളല്ല, നമ്മുടെ ഓണേഴ്സാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വിളിച്ച് ചോദിക്കാനും പറ്റില്ല. കാരണം നമ്മുടെ ഒരു പഴഞ്ചൊല്ലില്ലേ, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കരുതെന്ന്. അതുപോലെയായിരുന്നു നമ്മുടെ അവസ്ഥ. അവരുടെ ദാനം തന്നെയാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു റെൻ്റൽ അഗ്രിമെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ആരും ചെയ്യില്ല കേട്ടോ. സാധാരണ ആരും അങ്ങനെ ലോൺ മൂവറൊന്നും ഏർപ്പാടാക്കി തരില്ല. ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടുമില്ല. അപ്പോൾ അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഇത്ര നാളും ആളെ നമുക്ക് വിട്ടു തന്നിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വിളിച്ച് ചോദിക്കാനും പറ്റില്ല എന്ത് പറ്റി, എന്താ വിടാത്തതെന്ന്. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങി. അവർ നല്ലതാട്ടോ, നമ്മുടെ ഓണേഴ്സ് ഭയങ്കര നല്ലതാണ്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം ആയില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നിർത്താൻ തോന്നിക്കാണും. അപ്പോൾ അവർ നിർത്തിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിച്ചത്. നമ്മളീ പുല്ലൊക്കെ കട്ട് ചെയ്തിട്ട് ഗ്രീൻ ബിന്നിലാണ് കേട്ടോ ഇടേണ്ടത്. ഈ ചപ്പും ചവറുകളും ചെടികളും ഒക്കെ പിന്നെ കിച്ചൺ വേസ്റ്റും എല്ലാം നമ്മൾ ഗ്രീൻ ബിന്നിലാണ് ഇടുക. അത് നേരെ വളമാക്കാൻ വേണ്ടിയിട്ടാട്ടോ അവർ കൊണ്ടുപോകുന്നത്. കണ്ടോ, നമ്മുടെ വീടിന് ചുറ്റും ബുഷ് പോലത്തെ ചെടികളും അങ്ങനെ പല തരത്തിലുണ്ട് കേട്ടോ. അവരതൊക്കെ വെട്ടി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റാവുന്നത് നമ്മൾ ചെയ്യുക, അതാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഈ ചെടി കണ്ടോ, ഇതിൻ്റെ പേര് കമേലിയാന്നോ അങ്ങനെ എന്തോണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിലിപ്പോൾ 1 2 പൂവാണ് ആയിട്ടുള്ളത്. ഇതിൽ നിറച്ച് പൂക്കളാവും കേട്ടോ. നല്ല ഭംഗിയാണ് അപ്പോൾ കാണാൻ. ഞാനിതിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. ഈ കാണുന്നതൊക്കെ അതിൻ്റെ മൊട്ടാണ് കേട്ടോ. വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് പൂവിടുള്ളൂ കേട്ടോ. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഈ ഒരു സമയത്ത് സ്പ്രിങ്ങിൽ മാത്രമാണ് ഇടുക. പിന്നെ ഈ കാണുന്നതൊന്നും ഉണങ്ങി നിൽക്കുന്നതല്ല കേട്ടോ. ഇല കൊഴിഞ്ഞു പോയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ഓട്ടമായി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ചെടികളുടെ മേലെയൊക്കെ കൊഴിഞ്ഞു പോകും ഇവിടെ. ഇതാണ് ഈ ചെടിയുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്നുമല്ല, ഇനിയും നിറച്ച് പൂക്കളാവും കേട്ടോ ഇതിൽ. ഈ പൂവ് കുറേ കാലം നിൽക്കും, അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അത് കാരണം കൊണ്ട് എല്ലാ പൂക്കളും വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. ഇതാണ് നമ്മുടെ മറ്റേ ചെറി ബ്ലോസത്തിൻ്റെ അവസ്ഥ കേട്ടോ. മുട്ടുകളായിട്ടുണ്ട്, പൂക്കൾ വിരിഞ്ഞിട്ടില്ല. പൂക്കൾ വിരിഞ്ഞത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. കണ്ടോ, എന്ത് ഡിഫറൻസാണ് നോക്ക്. നേരത്തെ ഉണങ്ങി മൊരിഞ്ഞ് നിന്നിരുന്ന ചെടിയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനും സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഈ ചെടി കണ്ടപ്പോൾ ഞാനത് ഉണങ്ങിപ്പോയി എന്നാട്ടോ വിചാരിച്ചത്. പിന്നെ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് വെട്ടിക്കളയാഞ്ഞത്.
പിന്നെയാണ് മനസ്സിലായത് ചെറി ബ്ലോസ് ആണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പറ്റാവുന്ന പോലെ ഫ്രണ്ടിലത്തെയൊക്കെ മാക്സിമം ഞാൻ വെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വെട്ടിയ ചെടിയുടെ കഷ്ണങ്ങൾ മൊത്തം ഇതിൽ ഗ്രീൻ ബിന്നിൽ നമ്മൾ ഒടിച്ച് മടക്കി വെക്കണം കേട്ടോ. നമുക്ക് വേറെ എവിടെയും കൊണ്ടിടാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ. ഞാനിത് ഇവിടെ വെച്ച് നിർത്തിയിട്ടോ, കാരണം കിച്ചണിൽ നമുക്ക് കുറച്ച് പണി ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം കിച്ചണിലേക്ക് പോയി ഇത് കഴിഞ്ഞിട്ട്. നമുക്ക് ചാളയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലത്തേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടുത്തെ ചാളയ്ക്ക്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിൻ്റെ വ്യത്യാസമല്ല, കാണാൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കണമെന്നൊന്നും പറയുന്നില്ല, ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാം എല്ലാതും, ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മത്തീനെയാണ് കേട്ടോ നമ്മൾ ചാള എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ അങ്ങനെയാണ് പറയുക. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ മീനുകൾ, അതുകൊണ്ട് നമ്മൾ കിട്ടുമ്പോഴൊക്കെ വാങ്ങാറുണ്ട്. എപ്പോഴും കിട്ടാറില്ല കേട്ടോ. പക്ഷേ ഇത് നമ്മളിവിടെ വന്നിട്ട് കുക്കിങ്ങിലൊന്നും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും. കാരണം ഇവിടെ എല്ലാവർക്കും നാടൻ ഭക്ഷണങ്ങളാണ് താല്പര്യം. മക്കൾക്കായാലും അവരും ദോശയും ഇഡ്ഡലിയും എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇഡ്ഡലി, പുട്ട് ഇതൊക്കെ തന്നെയാണ്, പൂരി ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക. സാധാരണ ഇവിടെ ആരും അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടിട്ടില്ല കേട്ടോ. പക്ഷേ മക്കൾക്കും ഞങ്ങൾക്കും അത് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണമെന്ന് മാത്രം. ഇനിയിപ്പോൾ അവർ വലുതാകുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊന്നും മാറുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മീനിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തള വന്നതിന് ശേഷം ഞാൻ മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ചാറാണെങ്കിൽ ചാറോട് കൂടി എടുക്കാം. ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള മീൻ ഞാൻ വറക്കാൻ വേണ്ടി തേച്ച് വെക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ മീനിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമുക്ക് ട്വിസ്റ്റ് നടക്കുന്നത്. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോൺ മൂവർ ചേട്ടൻ ഇതാ നടന്നു വരുന്നു. ഇത്ര നാളും ആളെ കാണുമ്പോൾ ഇല്ലാത്ത സന്തോഷമായിരുന്നു ഇപ്പോൾ എനിക്ക് കേട്ടോ. ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഞാൻ വന്ന വഴിക്ക് ആളെ കൊണ്ട് എല്ലാ കാടും പടലൊക്കെ വെട്ടിപ്പിച്ചു. കണ്ടോ, ആകെ കാടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്ക് യാർഡിൽ മൊത്തം. അപ്പം ഞാൻ അതാദ്യം ആളെ കൊണ്ട് വെട്ടിപ്പിച്ചു കേട്ടോ. ആൾക്കിതൊരു 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും. കണ്ടോ, ആളുടെ അതിനുള്ള എല്ലാ മെഷീനറീസും ഉണ്ട്. ഒരു വലിയ വണ്ടിയിലാണ് ആൾ വരിക. അപ്പോൾ അതിലെല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും. കണ്ടോ, ആൾ ലോൺ മൂവ് ചെയ്യണത് കണ്ടോ. ഭയങ്കര പെട്ടെന്ന് തീർത്തിട്ട് പോകും കേട്ടോ ആൾ. ഭയങ്കര സ്പീഡാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിക്കാം കേട്ടോ. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് റിസർവ്ഡ് ഏരിയയാണ്. ഒരുപാട് ലോൺ ഏരിയാസ് ഉണ്ട് അവിടെ. അവിടെ നമ്മുടെ കൗൺസിലിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ലോൺ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അത് ഈ നമ്മുടെ ലോൺ മൂവർ വെച്ച് ചെയ്യണ മെഷീൻ വെച്ചിട്ട് ചെയ്താൽ നടക്കില്ല. കണ്ടോ, ഇങ്ങനെ ഒരു വണ്ടിയിലാണ് അവർ ലോൺ മൂവ് ചെയ്യുന്നത്. എന്ത് ഈസി ആയിട്ടാണ് അത് ചെയ്ത് പോകുന്നതെന്നൊന്ന് നോക്ക് നിങ്ങൾ. ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതാണ് കേട്ടോ അവർ ലോൺ മൂവ് ചെയ്തു പോയ ഏരിയ. ഇതുപോലെ ഒരുപാട് റിസർവ്ഡ് ഏരിയാസ് ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ഇവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ കാണുന്ന ചെടികളും എല്ലാം അവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇതിവിടെ കാണുന്ന ഒരു തരം പാരറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.